ഇൻസ്റ്റന്റ് പേയ്മെന്റ് ആപ്പായ ഫോൺ പേക്കെതിരെ ബഹിഷ്കരണാഹ്വാനം ഉയർന്നതിന് പിന്നാലെ കർണാടകയിലെ നിർദ്ദിഷ്ട തൊഴിൽ ബില്ലിനെതിരായ പരാമർശത്തിൽ മാപ്പ് പറഞ്ഞിരിക്കുകയാണ് ഫോൺ പേ സിഇഒ സമീർ നിഗം. സ്വകാര്യ മേഖലയിൽ തദ്ദേശീയർക്ക് സംവരണം നിർബന്ധമാക്കുന്ന കർണാടക സർക്കാരിന്റെ തൊഴിൽ കോട്ട ബില്ലിനെ സമീർ നിഗം വിമർശിച്ചിരുന്നു. ഇതാകട്ടെ കന്നഡിഗരെ ചൊടിപ്പിച്ചു. പിന്നാലെ ഫോൺ പേ ബഹിഷ്കരണം എന്നാവശ്യപ്പെട്ടുള്ള അൺഇൻസ്റ്റാൾ ഫോൺ പേ, ബോയ്ക്കോട്ട് ഫോൺ പേ തുടങ്ങിയ ഹാഷ്ടാഗുകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ട്രെൻഡിങ്ങുമായി. പിന്നാലെയാണ് മാപ്പ് പറഞ്ഞ് അദ്ദേഹം രംഗത്ത് വന്നത്. ഒരിക്കലും ഒരു സംസ്ഥാനത്തെയോ ജനങ്ങളെയോ അപമാനിക്കാൻ ഉദ്ദേശിച്ചുള്ളതല്ല തന്റെ പരാമർശമെന്ന് അദ്ദേഹം പറഞ്ഞു. തന്റെ പരാമർശം ആരുടെയെങ്കിലും വികാരത്തെ ഏതെങ്കിലും തരത്തിൽ വ്രണപ്പെടുത്തിയെങ്കിൽ ഖേദിക്കുന്നുവെന്നും നിരുപാധികം മാപ്പ് ചോദിക്കുന്നുവെന്നുമാണ് നിഗത്തിന്റെ പ്രസ്താവന. കന്നഡയോടും മറ്റെല്ലാ ഇന്ത്യൻ ഭാഷകളോടും തനിക്ക് വളരെയധികം ബഹുമാനമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭാഷാ വൈവിധ്യവും സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും എല്ലാ ഇന്ത്യക്കാരും അഭിമാനിക്കേണ്ട ഒരു ദേശീയ സ്വത്താണ്. എല്ലാ ഇന്ത്യക്കാരും പ്രാദേശികവും സാംസ്കാരികവുമായ മാനദണ്ഡങ്ങളെ ബഹുമാനിക്കുകയും ആഘോഷിക്കുകയും വേണമെന്നും നിഗം വിശദീകരിച്ചു. ഫോൺ പേയുടെ ജനനം ബംഗളൂരുവിലായിരുന്നു. കഴിഞ്ഞ ഒരു ദശകം കൊണ്ട് ബംഗളൂരുവിൽ നിന്ന് ഇന്ത്യയിലുടനീളം ഞങ്ങൾ വ്യാപിച്ചു. 55 കോടിയിലധികം ഇന്ത്യക്കാർക്ക് സുരക്ഷിതവും കാര്യക്ഷമവുമായ ഡിജിറ്റൽ പേയ്മെന്റുകൾ നൽകാൻ കഴിഞ്ഞു. കർണാടക സർക്കാരുകളും പ്രാദേശിക കന്നഡിക ജനങ്ങളും വാഗ്ദാനം ചെയ്യുന്ന പിന്തുണയ്ക്ക് കമ്പനി നന്ദിയുള്ളവരാണെന്നും സമീർ നിഗം അറിയിച്ചു. ഗൂഗിൾ, ആപ്പിൾ, ആമസോൺ, മൈക്രോസോഫ്റ്റ് തുടങ്ങിയ ട്രില്യൺ ഡോളർ ഭീമന്മാരോട് മത്സരിക്കുകയാണ് ബംഗളൂരുവിലെ ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾ. അങ്ങനെ ചെയ്യുന്നതിന് ഈ കമ്പനികൾക്ക് കോഡിംഗ്, ഡിസൈൻ, പ്രോഡക്റ്റ് മാനേജ്മെന്റ്, ഡാറ്റാ സയൻസ്, മെഷീൻ ലേണിംഗ്, AI തുടങ്ങിയ മേഖലകളിലെ സാങ്കേതിക വൈദഗ്ധ്യവും പ്രാവീണ്യവും അടിസ്ഥാനമാക്കി ഇന്ത്യയിൽ ലഭ്യമായ ഏറ്റവും മികച്ച പ്രതിഭകളെ നിയമിക്കാൻ കഴിയണം. ബംഗളൂരുവിലും കർണാടകയിലും ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. സമീർ ബില്ലിനെ വിമർശിച്ചത് സോഷ്യൽ മീഡിയയിൽ വലിയ പ്രതിഷേധത്തിനാണ് കാരണമായത്. രാജ്യത്തുടനീളം 25,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുവെന്ന് പറഞ്ഞ സമീർ നിഗം ബില്ലിനെ എതിർക്കുകയും മാതാപിതാക്കളുടെ ജോലി കാരണം ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ താമസിക്കുന്ന തന്നെ പോലുള്ളവരോട് ഇത് ചെയ്യുന്നത് അന്യായമാണെന്നും പറഞ്ഞിരുന്നു. എനിക്ക് 46 വയസ്സായി. 15 വർഷത്തിലേറെയായി ഒരു സംസ്ഥാനത്ത് മാത്രമായി ജീവിച്ചിട്ടില്ല. എൻ്റെ അച്ഛൻ ഇന്ത്യൻ നേവിയിൽ ജോലി ചെയ്തു. രാജ്യത്തുടനീളം അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മക്കൾ കർണാടകയിൽ ജോലിക്ക് അർഹരല്ലേ? ഞാൻ കമ്പനികൾ നിർമ്മിക്കുന്നു. ഇന്ത്യയിലുടനീളം 25,000-ലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു എന്നായിരുന്നു സമീർ എക്സിൽ കുറിച്ചത്. പോസ്റ്റ് നിമിഷ നേരം കൊണ്ട് വൈറലാവുകയും ചൂടേറിയ വാഗ്വാദത്തിന് തന്നെ ഇടയാക്കുകയും ചെയ്തിരുന്നു.